അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് അവലിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മട്ട അവലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മട്ട അവലിന് പകരം നിങ്ങൾക്ക് വെള്ള അവൽ വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി അവലൊന്ന് നമുക്ക് കുതിർത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള അവല് കനം കുറഞ്ഞ അവലാണ്. കനം കൂടിയ നല്ല കട്ടിയുള്ള അവലാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. നല്ലവണ്ണം കുതിർന്ന് കിട്ടും. അപ്പോൾ 2-3 പ്രാവശ്യം ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അവല് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. ഇനി അവല് കുറച്ച് സമയം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒരു 3 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ അവല് വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയിട്ട് നല്ലോണം സോഫ്റ്റായി കുതിർന്ന് കിട്ടും. ഇപ്പം നമ്മൾ അവല് നനച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അവല് വെള്ളത്തിൻ്റെ ആ നനവൊക്കെ മാറി അവല് നല്ലോണം സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു ബൗളിൽ 3 പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ് അത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങെല്ലാം ഇത് ഉടച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അവൽ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. ചാട്ട് മസാല ഇല്ല എന്നുണ്ടെങ്കിൽ ഗരം മസാല മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചാട്ട് മസാല ഇല്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത് എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതിയാവും. ഇനി ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ്. ഞാൻ 10 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് ഒരു സവാള വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കട്ട് ചെയ്ത് ചേർക്കാം. അപ്പോൾ ചെറിയ ഉള്ളി ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വലിപ്പമുള്ള ചെറിയ ഉള്ളിയാണ് 10 എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 15 ഒക്കെ എടുക്കാം. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ചോപ്പറിൽ വെച്ചിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ക്യാരറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പ് കറക്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പച്ചപ്പട്ടാണി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നല്ല സോഫ്റ്റ് ആണ് പച്ചപ്പട്ടാണി. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചപ്പട്ടാണി ഒഴിവാക്കാം. ഫ്രോസൺ ഗ്രീൻ പീസാണ്, അധികം വേവൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു പിടുത്തം കിട്ടുന്നതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി വറുത്ത പച്ചരിപ്പൊടി ഉണ്ടല്ലോ, ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത പച്ചരിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയില ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ പകുതി നാരങ്ങ കുരുവെല്ലാം മാറ്റിയതിന് ശേഷം പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങ നീരിന് പകരം 1 ടേബിൾ സ്പൂൺ തൈര് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. നാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തിളപ്പിച്ചാറിയ പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പ് ചേർക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരുപാട് പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. മുട്ടയിൽ പാലൊഴിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു മുട്ട അധികം എടുത്താൽ മതി. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാൻ 3-4 ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. നിറം മാറാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിവിടെ കുറച്ച് മൈദയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സിൽ നിന്നും കുറച്ച് മിക്സ് എടുക്കുക.
ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. കുറച്ച് മിക്സ് എടുത്തതിന് ശേഷം വലിയൊരു നാരങ്ങ വലുപ്പത്തിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിൽ ഇതുപോലെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലെ ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തത് മൈദയിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ഒരുപാട് എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൈദയിലിട്ട് കോട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയിലിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇനി ഇത് ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒരു വശം ഒന്ന് മുരിഞ്ഞ് ഗോൾഡൻ നിറാവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു വശം ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. ഈ വശം ഒന്ന് മുരിഞ്ഞ് ഒരു ഗോൾഡൻ നിറാവട്ടെ. അപ്പോൾ രണ്ട് വശവും ഒരു ഗോൾഡൻ നിറായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പുറത്ത് നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ്. കഴിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്